നമസ്കാരം. കാണുന്നതും കേൾക്കുന്നതും എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. പോലീസിംഗ്, പോലീസ് സ്റ്റേഷൻ, അതാണല്ലോ ഇപ്പം പ്രധാനപ്പെട്ട വിഷയം. എനിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ പോലീസിലുണ്ട്. പല റാങ്കിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നമ്മളാരും പോലീസിന് എതിരല്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മോശം സംഭവിക്കണം, അല്ലെങ്കിൽ അവരൊക്കെ മോശക്കാരാണ് എന്ന ചിന്തയൊന്നും നമുക്കില്ല. കാരണം നമ്മളിൽ നിന്ന് തന്നെയാണല്ലോ പോലീസും ഉണ്ടാകുന്നത്. അല്ലാതെ പോലീസിനെ നമ്മൾ എവിടുന്നെങ്കിലും ഇറക്കിക്കൊണ്ട് വരുന്നതൊന്നുമല്ല. നമ്മളുടെ ചെറുപ്പക്കാരികൾ ജോലി ചെയ്ത് ടെസ്റ്റ് എഴുതി പഠിച്ച് പാസ്സായിട്ടാണ് പോലീസാവുന്നത്. അപ്പോൾ അവർ തന്നെയാണ് നമ്മളെ നിയമപാലകരായിട്ട് വരുന്നതും നമ്മൾ ഇടയിൽ കൺഫ്രണ്ടേഷൻ ഉണ്ടാകുന്നതും തർക്കം ഉണ്ടാകുന്നതും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളൊക്കെ കാണുന്നത്. ഇത് പോലീസ് ഉണ്ടായ കാലം മുതലേ പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഇപ്പോൾ അത് കൂടുതലായി ചർച്ച ചെയ്യുന്നത് പല വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴാണ്. ഞാനൊരിക്കലും പോലീസിനെതിരല്ല. കാരണം ഒരു രാജ്യം മനോഹരമാകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാജ്യം രാജ്യമായി നിലനിൽക്കണമെങ്കിൽ കൃത്യമായ ഒരു നിയമവ്യവസ്ഥയും നീതിന്യായ വ്യവസ്ഥയും നിയമപാലകരും ഉണ്ടാവണം. അവരെ നമ്മൾ അനുസരിക്കണം, ബഹുമാനിക്കണം, ഒരു തർക്കവുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പേഴ്സണലി ഒത്തിരി സുഹൃത്തുക്കളുണ്ടെന്ന്. അവരുടെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് നമുക്ക് സത്യത്തിൽ സങ്കടം തോന്നും. കാരണം രാവ് വെളുക്കോളം പണിയെടുക്കുന്നവരാണ് അവർ. എന്തൊരു പ്രതിസന്ധി ഉണ്ടായാലും, അല്ലെങ്കിൽ ഒരു എമർജൻസി ഉണ്ടായാൽ ഒരു ഫോൺ കോളിൽ അവർക്ക് അവിടേക്ക് എത്തേണ്ടി വരും. പലപ്പോഴും അവരുടെ കുട്ടികളുടെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പമുള്ള സമയങ്ങൾ, ഇതൊക്കെ ചിലവഴിക്കാൻ അവർക്ക് ഒരുപാട് സമയം കിട്ടാഴുകയുമുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. പലപ്പോഴും അവർക്ക് അവരുടെ ശമ്പളങ്ങളിൽ പോലും, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പോലും പല സമയത്ത് കിട്ടാതെ വരികയൊക്കെ ചെയ്യുന്ന ഒരുപാട് പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായൊരു സംഭവം, ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫോറൻസിക് തെളിവുകൾ സ്ഥലത്തുനിന്ന് ശേഖരിച്ചിട്ട് തിരുവനന്തപുരത്ത് എത്തിക്കാൻ പോലീസ് വണ്ടി അവിടെ ഇല്ല. അപ്പോൾ മറ്റൊരാളുടെ വണ്ടി വാടകയ്ക്ക് എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധി നമുക്കെല്ലാ മേഖലയിലുള്ളതുപോലെ പോലീസിലുമുണ്ട്. പക്ഷേ എന്ത് തന്നെയായാലും പോലീസ് ഒരാളെ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച ലോക്കപ്പിൽ ഇടിമുറിയിൽ കയറ്റിയിട്ട് ഇടിക്കുന്നത്, അല്ലെങ്കിൽ തല്ലി ചതയ്ക്കുന്നത് ശരിയാണോ, അത് തെറ്റാണോ എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. ഇപ്പോൾ ചിലർ ഞാൻ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു സംസാരം, ചിലർക്ക് 2 അടി കൊടുക്കേണ്ടത്. ഞാൻ ഇന്നലെ രാത്രിയിൽ, ഈ എപ്പിസോഡ് എടുക്കുന്നതിന് തലേ ദിവസമായി ഇന്നലെ രാത്രിയിൽ ഞാൻ കണ്ടൊരു കാഴ്ച കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തുനിന്നൊരു കാഴ്ചയാണ്. 2 ചെറുപ്പക്കാരായ പോലീസുകാർ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ റവന്യൂ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം മദ്യപിച്ചിട്ട് ഒരു സ്ഥലത്തെത്തി അവിടെ സ്ത്രീകളോട് മോശമായി പെരുമാറി. പോലീസിനെ വിളിച്ചു. പോലീസ് എന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പം ഈ മദ്യപിച്ച് മതോന്മത്തനായിരിക്കുന്ന ഈ മനുഷ്യൻ ഈ 2 ചെറുപ്പക്കാർ പോലീസുകാരെ അറ്റാക്ക് ചെയ്യുകയാണ്. അവരെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനത്തിൽ കൊണ്ടുപോകുമ്പം ഭയങ്കരമായ ചീത്തവിളിയാണ് ആ മനുഷ്യൻ, ആ 2 പോലീസ് ഉദ്യോഗസ്ഥരെ, ചെറുപ്പക്കാരെ വിളിക്കുന്നത്. അവരതിന് മാന്യോത്തരം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: ഇവന് 2 കൊടുക്കണം, ഇവനിട്ട് 2 ഇവൻ്റെ കാര്യം ഇന്ന് കട്ടപ്പോക എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ പോലീസിന് ഫോഴ്സ് ഉപയോഗിക്കാമോ, അല്ലെങ്കിൽ പോലീസ് ആരെയാണ് തല്ലേണ്ടത്, പോലീസിന് തല്ലാൻ അധികാരമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇതെല്ലാം ഈ വർത്തമാനത്തിൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. പോലീസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. നിയമപാലകരാണ്. നീതി നിർവഹണം നടത്തുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട സേനയാണ്. ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ നിവിൻ പോളി പറയുന്ന ഒരു ഡയലോഗുണ്ട്: സാധാരണക്കാരൻ്റെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പോലീസ് സ്റ്റേഷനാണ്. ശരിയാണ്. ഒരു സാധാരണക്കാരന് ഓടിച്ചെന്ന് അവനൊരു പ്രശ്നം ഉണ്ടായാൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലവും ഇടവുമാണ് പോലീസ്. അപ്പോൾ അവിടെ ഈ തരത്തിൽ അക്രമം ഉണ്ടാകുന്ന സാഹചര്യം കൂടെ നമ്മൾ പരിശോധിക്കുകയാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ കാലത്ത് കണ്ട 2 വിഷ്വൽസ്, ഒരു ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്നു, മറ്റൊരാളെ ചികിട്ടത്തടിക്കുന്ന 2 സീൻ, എനിക്ക് സത്യത്തിൽ വളരെ സങ്കടം തോന്നി. പക്ഷേ പോലീസിന് നിയമപരമായി അധികാരം, ബലം പ്രയോഗിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. CRPCയിൽ വളരെ വ്യക്തമായിട്ട് നിയമവ്യവസ്ഥയിൽ പറയുന്നുണ്ട് പോലീസിന് ഫോഴ്സ് ഉപയോഗിക്കാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലീസിന് ഒരാളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ, ഉപദ്രവിക്കാൻ പറ്റുമോ, ഒരാളെ കീഴ്പ്പെടുത്താൻ ബലം പ്രയോഗിക്കാമോ, 2 അടി കൊടുക്കാമെന്ന് ചോദിക്കുന്നവരോട് അതിൻ്റെ ഉത്തരം ഇതാണ്: നിയമവ്യവസ്ഥയിൽ കൃത്യമായിട്ട് പോലീസിന് ഫോഴ്സ് ഉപയോഗിക്കാമെന്ന് തന്നെ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു വലിയ സ്ഥലത്ത് ജനക്കൂട്ടം പിരിഞ്ഞു പോകാൻ, ലോ ആൻഡ് ഓർഡറിൻ്റെ പ്രശ്നത്തിൽ പോലീസ് ആവശ്യപ്പെട്ടാൽ പിരിഞ്ഞു പോയില്ലെങ്കിൽ പോലീസിന് ഫോഴ്സ് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു സ്ഥലത്തൊരു പ്രതി ഇരിക്കുന്നു. ഇപ്പോൾ നമ്മൾ സാധാരണ ഈ ചിലരെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ പറയും അവരെ അടിക്കണം, കൊല്ലണം എന്നൊക്കെ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചില കേസുകളിൽ ഇപ്പോൾ ഒരാൾ കത്തി കൊണ്ട് കുത്തി, അല്ലെങ്കിൽ കൊലപാതകം നടത്തിയിട്ടിരിക്കുന്നിടത്ത് പോലീസിന് പോയി ശാന്തമായിട്ട് ആളെ പിടിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരത്തില്ല. അല്ല, അയാളെ ഒരു പക്ഷേ പോയിട്ട് സൗകര്യമുള്ള പിടിച്ചാൽ മതി എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ പോലീസിന് അയാളെ ബലം പ്രയോഗിച്ച ബലപ്രയോഗത്തിൽ തന്നെ കീഴടക്കുകയും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്യാം, കൈവിലങ്ങ് വെക്കാം. അതൊക്കെ ഫോഴ്സ് ഉപയോഗിക്കാവുന്ന എല്ലാ സാഹചര്യവും പറയും. നമ്മൾ സംസാരിക്കുന്ന മുഴുവൻ ടോർച്ചറിനെ പറ്റിയാണ്. ഇപ്പം ഞാൻ ചില സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ട്, പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചിലരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തും. ഒരു പക്ഷേ സെല്ലിൻ്റെ സൈഡിൽ മാറ്റിയിരുത്തും, അല്ലെങ്കിൽ സെല്ലിലോട്ട് നീങ്ങി നിൽക്കാൻ പറയും. അപ്പം ഭയമായിരിക്കും ഒരു സാധാരണ മനുഷ്യന്. അവിടെ നിന്ന് 1-2 ദിവസം കഴിഞ്ഞേ പറഞ്ഞു വിടുകയുള്ളൂ. അതൊരു ടോർച്ചറാണ്, ഒരു മെൻ്റൽ ട്രോമയിലേക്ക് കടത്തി വിടുകയാണ്.
ഒരു സാധാരണ മനുഷ്യരെ ചെന്നിട്ട് എൻ്റെ മകനെ പിടിച്ചുകൊണ്ട് പോയി, എൻ്റെ ഭർത്താവിനെ പിടിച്ചുകൊണ്ട് പോയി, എൻ്റെ സഹോദരനെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ പോലീസ് ഉത്തരം പറയില്ല. എന്തിനാണ് പിടിച്ചതെന്ന് പറയില്ല, എന്താണ് അയാൾക്ക് മേലുള്ള ആരോപണമെന്ന് പറയില്ല, എപ്പോൾ വിടുമെന്ന് പറയില്ല. ഒരു വ്യക്തതയും ഇല്ലാതെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടിരുത്തിയിട്ട് ഞാൻ എന്തിന് ഇവിടെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നീട് ഏതെങ്കിലും രാഷ്ട്രീയക്കാരെയൊക്കെ വിളിച്ച്, അല്ലെങ്കിൽ ഒരു CI ആണ് പിടിച്ചുകൊണ്ട് പോയെങ്കിൽ DYSP ഒക്കെ വിളിച്ച് സംസാരിച്ചതിന് ശേഷമായിരിക്കും ഞങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി പിടിച്ചുകൊണ്ട് വന്നതാണ്, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞു വിട്ടു. പക്ഷേ എന്തിനാണ് തന്നെ പിടിച്ചുകൊണ്ട് പോയത്? എന്തിനാണ് 2 ദിവസം അല്ലെ 1.5 ദിവസം അല്ലെ 1 ദിവസം അല്ലെ 1 മണിക്കൂർ എന്നെ അന്യായമായി തടഞ്ഞു വെച്ചെന്നൊരു ചെറുപ്പക്കാരൻ അറിയാൻ ഒരു സാഹചര്യവുമില്ല. അതിനാണ് 1986 സുപ്രീം കോടതി DK ബസു വേഴ്സസ് വെസ്റ്റ് ബംഗാൾ എന്ന കേസിൽ ഒരാളെ പോലീസ് പിടിക്കുമ്പോൾ, അറസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെ പിടിച്ചുകൊണ്ട് പോകുമ്പം പാലിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു വെച്ചത്. ഇപ്പോൾ എന്നെ ഈ സ്ഥലത്ത് നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ആ പിടിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ 3 പ്രധാനപ്പെട്ട രേഖകൾ പോലീസ് തയ്യാറാക്കണം. അതായത് അറസ്റ്റ് ആണ്. നമ്മൾ ഈ അറസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അറസ്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അറസ്റ്റ്, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്? ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്, വലിയ ഉന്നതരമായ മനുഷ്യർ പോലും ഡിജിറ്റൽ അറസ്റ്റിൻ്റെ ഭാഗമായി കബളിപ്പിക്കപ്പെടും നമ്മൾ കാണാറുണ്ട്. CBIയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു, ഇൻകം ടാക്സിൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞ് വീഡിയോ കോളിൽ വരികയും നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ ഇനിയും വേണ്ട ചില റെക്കോർഡ്സുകൾ തരണം എന്നൊക്കെ പറഞ്ഞ് കാശ് പോകുന്ന ഒരുപാട് മനുഷ്യരെ പറ്റി നമ്മൾ വായിക്കുകയും പറയുകയും ചെയ്യാറുണ്ട്. ഇതിനിപ്പോൾ കേരള പോലീസ് നൽകുന്ന വ്യാഖ്യാനം ഡിജിറ്റൽ അറസ്റ്റ് ഇല്ല എന്ന് തന്നെയാണ്. ഇത് വ്യാജമാണ് എന്ന് പറയുമ്പോൾ എന്താണ് അറസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മളൊരു കാര്യം വ്യാജമാണെന്ന് സമൂഹത്തോട് പറയുമ്പോൾ അതിൻ്റെ റിയൽ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അത് പറയുന്നില്ല. കാരണം അത് പറഞ്ഞാൽ പോലീസ് കാണിക്കുന്ന പല അട്രോസിറ്റിയും ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വീണ്ടും വരാം. അറസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് എന്നെ ഇവിടെ തടഞ്ഞു നിർത്തുകയാണ്, ഇപ്പോൾ പോകാൻ കഴിയില്ല എന്ന് പറയുന്ന മൊമെൻ്റ് അറസ്റ്റാണ്, ഡിറ്റെയിൻ ചെയ്യുകയാണ്. എൻ്റെ പേഴ്സണൽ ലിബർട്ടി, എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുക എന്ന സാഹചര്യമാണ് അറസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട 3 രേഖകൾ പോലീസ് തയ്യാറാക്കണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് അറസ്റ്റ് മെമ്മോ, ഇൻസ്പെക്ഷൻ മെമ്മോ, കസ്റ്റഡി മെമ്മോ എന്ന് പറയുന്ന 3 രേഖകളാണ്. ആ രേഖയിൽ എന്നെ അറസ്റ്റ് ചെയ്യുന്ന സമയം, ഇപ്പോൾ ആശ്രാമത്താണ് ഞങ്ങൾ നിൽക്കുന്നത്, ഒരു പാർക്കിലാണ് നിൽക്കുന്നത്. ഈ പാർക്കിൽ വെച്ച് വിനോദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ഇന്നതാണ് ആരോപണം, ഇന്ന പരാതിക്കാരാണ് എന്ന് പറഞ്ഞ് ഒരു രേഖ തയ്യാറാക്കുകയും എൻ്റെ ദേഹ പരിശോധന നടത്തുകയും വേണം. എൻ്റെ ദേഹത്ത് മുറിവുകളുണ്ടെങ്കിൽ, എൻ്റെ ദേഹത്ത് എന്തൊക്കെ സാധന സാമഗ്രികളുണ്ട്, എൻ്റെ കയ്യിൽ എന്തെല്ലാമുണ്ട്, മൊബൈൽ ഫോൺ, വാച്ച്, എൻ്റെ ഡ്രസ്സ്, ഇതെല്ലാം അതിൽ, അല്ലെ മാല അല്ലെങ്കിൽ മോതിരം, ഇതെല്ലാം അതിൽ രേഖപ്പെടുത്തി എന്നെ പൂർണ്ണമായും പോലീസ് എടുക്കുന്ന, അവരുടെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷമായൊരു സാഹചര്യമാണ് അറസ്റ്റ് എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട ഈ 3 രേഖകൾ തയ്യാറാക്കുക മാത്രമല്ല, ഈ 3 രേഖകളിൽ സംഭവ സ്ഥലത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയും ആ രേഖയിൽ ഒപ്പിടിപ്പിക്കുകയും അതേപോലെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ആളുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി ഇത് കൈമാറുകയും ചെയ്യണം നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് ചെയ്യാറില്ല, പിടിച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. പോയി കുറേ പ്രശ്നങ്ങളും, അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ എൻ്റെ മകൻ എവിടെയാണ്, എൻ്റെ സഹോദരൻ എവിടെയാണെന്നൊക്കെ സംസാരിച്ച് 1-2 ദിവസം കഴിയുമ്പോഴായിരിക്കും പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരിക്കും ഈ രേഖകൾ തയ്യാറാക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ 2 ദിവസം ആ വ്യക്തി പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് അനുഭവിക്കുന്ന മാനസിക പ്രയാസത്തിന് ആരാണ് ഉത്തരവാദി? ഇത് ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെയ്യുന്നത് ഇപ്പം അപ്പോൾ ചോദിക്കും, ഒരു കൊലപാതകം ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ ഒരാളെ ആക്രമിച്ചിട്ട് വന്ന് പതിയിരിക്കുന്ന ഒരാൾ, അയാൾക്ക് ഇതൊക്കെ തയ്യാറാക്കേണ്ടതുണ്ടോ? അയാൾക്കും തയ്യാറാക്കണം. അയാളെ ഫോഴ്സ് ഉപയോഗിച്ച് പിടിക്കാം, അയാളെ കീഴടങ്ങുന്നില്ല എങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ച് പിടിക്കുകയും പോലീസിൽ ബലം പറയുകയൊക്കെ ചെയ്യാം. പിന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ടോർച്ചർ വേണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ പണ്ട് നമ്മൾ പറയാറുണ്ട് ഇന്ത്യൻ പോലീസിനെ പറ്റി, 3-ാം മുറകളെ പറ്റിയൊക്കെ നമ്മൾ പറയാറുണ്ട്. കാരണം അന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രമാത്രം പുരോഗമിച്ചിരുന്നില്ല. അന്വേഷണമൊക്കെ നടത്തുമ്പോൾ ചില കാര്യങ്ങൾ പോലീസിന് ആൻസർ കിട്ടിയില്ലെങ്കിൽ, പ്രതി അതിന് ഉത്തരം പറഞ്ഞില്ല എങ്കിൽ, പൂർണ്ണമായും സഹകരിച്ചില്ല എങ്കിൽ പോലീസിന് ആ ലിങ്ക് കണക്ട് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഒരു ക്രൈം നടക്കുമ്പോൾ അതൊരു ചെയിൻ പോലെയാണ്. പ്രതി എവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു, പ്രതി എന്ത് ഒഫൻസാണ് ചെയ്തത്, ആ ഒഫൻസ് ചെയ്യാനുള്ള കാരണമായ ആയുധം എന്താണ്, അത് അദ്ദേഹം എവിടെ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു, അദ്ദേഹം ഈ വാദിയുടെ വീട്ടിലേക്ക്, വിക്ടിമിൻ്റെ വീട്ടിലേക്ക് എത്തിയത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഒരു വലിയ ചെയിനാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അത് കണക്ട് ചെയ്യാൻ പോലീസിന് പ്രതിയുടെ പൂർണ്ണമായ സഹകരണവും പ്രതിയെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കിട്ടുന്ന തെളിവുകളും ക്രിമിനൽ നടപടി നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ പ്രതി സഹകരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല. നമ്മൾ സിനിമയിൽ കാണാറില്ലേ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതിരുന്നാൽ പോലീസിന് മുമ്പോട്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. അങ്ങനൊരു കാലഘട്ടത്തിൽ, അങ്ങനൊരു സാഹചര്യത്തിൽ പോലീസ് പണ്ടൊക്കെ 3-ാം മുറ നടത്തിയിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് കെട്ടിത്തൂക്കിയിടുക, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ നീറ്റലുള്ള മുളകൊക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ പണ്ട് അറിയാലോ, ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഉരുട്ടി നടത്തിയ കൊലപാതകം പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, കസ്റ്റഡി പീഡനങ്ങളെ പറ്റി. ഇതൊക്കെ ചെയ്യുന്നത് പോലീസ് ഈ ഉത്തരം കിട്ടാൻ വേണ്ടിയാണ്. അവർക്ക് ആ ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രതി സഹകരിക്കാതെ വരുമ്പോഴാണ് ഈ 3-ാം മുറകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ അതൊന്നുമില്ല. ഇപ്പം ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നുവെന്ന്
ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ചുമന്ന ഷർട്ടാണ്, ഒരു മുണ്ടാണ് എന്നുള്ളത് കേരള പോലീസിന് ഇപ്പോൾ അറിയാൻ വലിയ മാർഗ്ഗമുണ്ട്. കാരണം ഇതെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഭാഗമായി നമ്മളെല്ലാം കണക്റ്റഡ് ആണ്. നമ്മളെപ്പറ്റി എല്ലാം നമ്മൾ എവിടെ നിൽക്കുന്നു, എന്ത് ചെയ്യുന്നു, നമ്മുടെ മൊബൈൽ ഫോണിൽ എന്തൊക്കെയാണ്, ഇതെല്ലാം അറിയാൻ പോലീസിന് വലിയ സാധ്യതകളും സംവിധാനങ്ങളും ഒരു കാലത്ത് നമുക്ക് കള്ളം പറയാൻ കഴിയില്ല. അങ്ങനെ കള്ളം പറഞ്ഞാൽ പോലും ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇതൊക്കെ തെളിയിക്കാൻ സാധിക്കും. നമ്മൾ ഇന്നലെ രാത്രിയിൽ എവിടെയായിരുന്നു, നാളെ നമ്മൾ എവിടെയാണ്, ഇതൊക്കെ അറിയാൻ കഴിയും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ മൂന്നാം മുറയുടെ ആവശ്യമില്ല എന്ന് യുണൈറ്റഡ് നേഷൻ അടക്കം പറഞ്ഞിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഓർമ്മക്കുറിപ്പും കൂടെ ഞാൻ ഓർക്കുകയാണ്. എബ്രഹാം മാത്യു നൂറനാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മലയാളിയാണ്. അദ്ദേഹം യുണൈറ്റഡ് നേഷനിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളും കൂടിയാണ്. അദ്ദേഹം പഞ്ചാബിൽ ഒരു ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുണ്ടായ ഒരു സാഹചര്യത്തെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ഒരു SIയുടെ മുമ്പിൽ ഒരു വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ പരാതി പറയാൻ ചെന്നു. അദ്ദേഹം ആ പരാതി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ ഹറാസ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തു. ഇത് അറിഞ്ഞ ഈ എബ്രഹാം മാത്യു നൂറനാൽ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ SIയെ പിടിച്ച് ജയിലിലിട്ടു. അതായത് ആ സാധാരണ മനുഷ്യരോട് മോശമായി പെരുമാറിയ, പരാതി പറയാൻ ചെന്ന മനുഷ്യരോട് അങ്ങേയറ്റം നീചമായി പെരുമാറി ഈ SIയെ ലോക്കപ്പ് ചെയ്തു ഈ പറയുന്ന ഈ ഉദ്യോഗസ്ഥൻ, മലയാളി ഉദ്യോഗസ്ഥൻ. വലിയ വിവാദമായി, വലിയ ചർച്ചയായി. കാരണം പോലീസിനിടയിൽ അത് വലിയ സംഭവമായി. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, ഒരു SIയെ മേലുദ്യോഗസ്ഥൻ പിടിച്ച് ജയിലിലിടുക, അതും പരാതിക്കാരോട് മോശമായി പെരുമാറിയതിന് ജയിലിലിടുക എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമായി. പഞ്ചാബ് സർവീസാണ്, മലയാളിയാണ്, ഒറ്റപ്പെടലുകളായി, വിവാദങ്ങളായി, അദ്ദേഹത്തെ ക്രൂശിക്കാനുള്ള സാഹചര്യങ്ങളായി. പക്ഷേ ഈ സംഭവം അറിഞ്ഞ് SP ആയിട്ടുള്ള FJ റെബേറ എന്ന് പറയുന്ന മനുഷ്യൻ എബ്രഹാം മാത്യു നൂറനാലിനെ ഫോൺ ചെയ്യുകയാണ്. അദ്ദേഹം പേടിച്ചു. കാരണം മേലുദ്യോഗസ്ഥൻ വിളിക്കുകയാണ്. ഒരുപക്ഷെ സസ്പെൻഷൻ ആയിരിക്കാം, മെമ്മോ ആയിരിക്കാം, അല്ലെ രാഷ്ട്രീയപരമായിട്ടുള്ള സ്ഥലമാറ്റങ്ങളും ഒക്കെ ആയിരിക്കാം. ഒരു മേലുദ്യോഗസ്ഥൻ വിളിച്ചപ്പോൾ ആ ഫോൺ തലയ്ക്കൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന ആശങ്കയോടെ ഫോൺ എടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം, മിസ്റ്റർ എബ്രഹാം, നിങ്ങൾ അദ്ദേഹത്തെ സെല്ലിലടച്ചു, എന്തുകൊണ്ട് പക്ഷേ ഒരു കേസും കൂടെ എടുത്തില്ല? ഇതായിരുന്നു ചോദ്യം. അദ്ദേഹം പിന്നീട് പറയുന്നത് അത്രമാത്രം സ്പോണ്ടേനിയസ് ആയിട്ടുള്ള, അത്രമാത്രം നീതിബോധമുള്ള മേലുദ്യോഗസ്ഥരും നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഇവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കീഴുദ്യോഗസ്ഥരാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും മോശമല്ല. 90% പോലീസ് ഉദ്യോഗസ്ഥരും ചെറുപ്പക്കാരും ജോലി ചെയ്തവരും ഒക്കെ വിദ്യാസമ്പന്നരും ഒക്കെയാണ്. അവരാരെയും അനാവശ്യമായി ആക്രമിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുന്നവരല്ല. 10% കളകളുണ്ട്. അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, ഇതെല്ലാ വിഭാഗത്തിലും ഇല്ലേ? ഇപ്പോൾ ഞാനൊരു അഡ്വക്കേറ്റാണ്, മോശപ്പെട്ട അഡ്വക്കേറ്റ്സ് ഇല്ലേ? മാധ്യമപ്രവർത്തകർ മോശപ്പെട്ടവരില്ലേ? വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്ത് മോശപ്പെട്ടവരില്ലേ? അധ്യാപകരിൽ മോശപ്പെട്ടവരില്ലേ? ഡോക്ടർമാരിൽ മോശപ്പെട്ടവരില്ലേ? എല്ലാ മനുഷ്യരിലും, എല്ലാ പ്രൊഫഷനിലും മോശപ്പെട്ടവരുണ്ട്. പക്ഷേ പോലീസിൽ മോശക്കാരുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിസന്ധി വളരെ വലുതാണ്. മറ്റൊരു സ്ഥാപനം പോലെയല്ല, മറ്റൊരു സംവിധാനം പോലെയല്ല. ഇപ്പം ഞാനൊരു അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റ് നിലയിൽ ഞാൻ എൻ്റെ കക്ഷിയെ കബളിപ്പിച്ചാൽ അദ്ദേഹത്തിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, കുറച്ച് സമയനഷ്ടം ഉണ്ടാവും, കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. അത് പരിഹരിക്കാനും കഴിയും. ഇപ്പോൾ ഒരു ഡോക്ടർ മോശമായിട്ട് പെരുമാറിയാൽ, അല്ലെ ട്രീറ്റ്മെൻറ്റ് മോശമാണെങ്കിൽ മറ്റൊരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകാം. ജീവനുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ് അല്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ മോശമായി പെരുമാറിയാൽ നമുക്ക് പരാതി കൊടുക്കാം, മറ്റൊരു സ്കൂളിലേക്ക് പോകാം. ഒരു വില്ലേജ് ഓഫീസർ മോശമായി പെരുമാറിയാൽ നമുക്ക് പരാതിയുടെ പുറത്ത് കാര്യങ്ങൾ മുമ്പോട്ട് മൂവ് ചെയ്യാം. പക്ഷേ ഒരു പോലീസുകാരൻ മോശമായി പെരുമാറുന്നത് ഉപദ്രവങ്ങളിലൂടെയാണ്, ശാരീരികമായ ക്ഷതങ്ങളിലൂടെയാണ്. അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് വലിയ രോഗങ്ങൾക്ക് അടിമയായി മാറും, ഇല്ലെങ്കിൽ കസ്റ്റഡിയിൽ കൊല്ലപ്പെടും. കാരണം പോലീസ് എന്ന് പറയുന്നതാണ് ഡയറക്റ്റ് ഒരു മനുഷ്യൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാം, അല്ലെങ്കിൽ അത് ചേർത്ത് പിടിക്കാമെന്ന് പ്രതിജ്ഞയെടുത്ത് ജോലി ചെയ്യുന്നവരാണ്. അവർക്കാണ് ഒരു മനുഷ്യനെ കയ്യാമം വെച്ച് പിടിച്ചുകൊണ്ട് വരാൻ കഴിയുന്നത്. അവർക്കാണ് ഒരു മനുഷ്യനെ ഒരു കേസിൽ പ്രതിയാക്കാൻ കഴിയുന്നത്. അവർക്കാണ് ഒരു മനുഷ്യനെ പ്രതി അല്ലെങ്കിൽ വിടാൻ കഴിയുന്നത്. അവർക്കാണ് ഒരു മനുഷ്യനെ തടഞ്ഞു വെക്കാൻ കഴിയുന്നത്. അവർക്കാണ് ഒരു മനുഷ്യനെ പീഡിപ്പിക്കാനും ഭയപ്പെടുത്താനും ഒക്കെ കഴിയുന്നത്. അവർക്കാണ് ഒരു മനുഷ്യനെ സേവ് ചെയ്യാൻ കഴിയുന്നത്. അതാണ് പോലീസിൻ്റെ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നത്, അല്ലെങ്കിൽ നേരിട്ട് അവരുടെ ശാരീരികവും മാനസികവുമായ കാര്യങ്ങളെ അടയാളപ്പെടുത്തുന്ന സാഹചര്യം പോലീസിങ്ങിലുണ്ട്. അതുകൊണ്ടാണ് പോലീസിന് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ പ്രശ്നമുണ്ട്. ഇപ്പോൾ പലപ്പോഴും ചോദിക്കുന്ന ആൾക്കാരുണ്ട്, പോലീസുകാർ എന്തുകൊണ്ട് മോശമായി പെരുമാറും? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പോലീസ് എന്ന് പറയുന്നത് നമുക്കിടയിൽ തന്നെയുള്ള മനുഷ്യരാണ്, നമ്മളെപ്പോലെ തന്നെയുള്ള ചെറുപ്പക്കാരാണ്, നമ്മളെപ്പോലെ തന്നെ ഫ്രസ്ട്രേഷൻ ഉള്ളവരാണ്, നമ്മളെപ്പോലെ തന്നെ ഈഗോ ഉള്ളവരാണ്, നമ്മളെപ്പോലെ തന്നെ അല്ലെങ്കിൽ ജോലിയുടെ ഭാരമുള്ളവരാണ്. അപ്പോൾ അവർ പറയുന്ന സാഹചര്യം അംഗീകരിക്കാനും കേൾക്കാനും കൂടെ നമുക്ക് കഴിയണം. എൻ്റെ അടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ്, പെട്ടെന്ന് ഒരു റോഡ് ബ്ലോക്ക് ചെയ്യേണ്ടി വരികയാണ്. മേലുദ്യോഗസ്ഥൻ്റെ ഉത്തരവാണ്, അവർക്ക് പാലിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം മേലുദ്യോഗസ്ഥൻ്റെ ഉത്തരവ് കൃത്യമായി പാലിക്കുന്ന ഒരു സേനയാണ് പോലീസ് സേന എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം റോഡ് ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ പെട്ടെന്നാണ് ഒരു സുപ്രഭാതത്തിൽ സ്ഥിരമായി അവിടെ ട്രാഫിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് മുന്നറിയിപ്പൊന്നുമില്ലാതെ റോഡ് ബ്ലോക്ക് ചെയ്യുമ്പം ആൾക്കാർ പാനിക്കാവും, ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും, ഒരു സംശയമില്ല. പക്ഷേ അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ
മേലുദ്യോഗസ്ഥൻ പറഞ്ഞ ഉത്തരവിൻ്റെ ഭാഗമാണ്. ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്, ഒരു കോൺസ്റ്റബിൾക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അയാൾക്കിത് മൊത്തം എക്സിബിറ്റ് ചെയ്തിട്ട് അതാണ്ട് ഇവിടെ ചെയ്യാൻ പോകുന്നു പറയാൻ കഴിയില്ല. പെട്ടെന്നായിരിക്കും പോലീസ് ബാരിക്കേഡ് വെക്കുക. അപ്പം നമ്മളിൽ ചില ആൾക്കാർക്കൊരു സ്വഭാവമുണ്ട്, അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ആ ഉത്തരവിനെ, അല്ലെങ്കിൽ അവർ പറയുന്ന ആ രീതിയെ, അല്ലെങ്കിൽ അതിനെ തടയാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ ശ്രമിക്കും. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത് പെട്ടെന്ന് ഈ റോഡ് തടയുമ്പോൾ ചിലർ വന്നിട്ട് പറയും, സാറേ തൊട്ടടുത്ത് വീട്ടിലാണ് പോകാനുള്ളത്. അപ്പോൾ അവർ പറയും, നിങ്ങൾ മറ്റൊരു വഴി കൂടെ പോകും, അല്ലെങ്കിൽ മറ്റൊരു വഴിയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിനെ കൺഫ്രണ്ട് ചെയ്യാൻ ശ്രമിക്കും, തർക്കിക്കാൻ ശ്രമിക്കും, അവരോട് ആർഗ്യുമെൻറ്റിന് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കും. പോലീസ് ഉദ്യോഗസ്ഥർ ഫ്രസ്ട്രേറ്റഡ് ആവും, അവർ മോശം പദപ്രയോഗങ്ങൾ നടത്തും. അപ്പോൾ നമുക്ക് അവിടെ ഒരു കോമൺ സെൻസ് ഉണ്ടാവണം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മളെ വിദേശ രാജ്യങ്ങളൊക്കെ പോകുന്ന മനുഷ്യർ, അവിടുത്തെ പോലീസ്, ഇപ്പം ദുബായിലൊക്കെ പോകുന്ന നമ്മുടെ മലയാളി സുഹൃത്തുക്കളുണ്ട്. ഇവിടെ ദുബായി ചെന്നിറങ്ങി അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയം മുതൽ ആ ദുബായിൽ എല്ലാ നിയമങ്ങളെപ്പറ്റി അവർക്ക് നല്ല ബോധ്യവും ബോധവുമുണ്ട്. അത് അംഗീകരിക്കാനും അത് പാലിക്കാനും അവർ തയ്യാറാണ്. അതിന് പ്രത്യേകിച്ച് ഒരു പോലീസുകാരനും കൂടെ നിന്ന് മോണിറ്റർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെ വണ്ടി ഓടിക്കണം എന്നൊക്കെ അവർക്കറിയാം. അല്ലെങ്കിൽ ഒരു സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് പോകലെന്ന് നമുക്കറിയാം. ഒരു പോലീസിൻ്റെ ഒരു ഏതെങ്കിലും തരത്തിൽ നോട്ടീസ് കണ്ടാൽ അത് പാലിക്കണം എന്ന് നമുക്കറിയാം. അത് അവരെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന സിസ്റ്റം അങ്ങനെയാണ്. പക്ഷേ അതേ മലയാളി ദുബായിൽ ജോലി ചെയ്യുന്ന, അല്ലെ കാനഡയിൽ ജോലി ചെയ്യുന്ന, അല്ലെ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന, അല്ലെ ലണ്ടനിൽ ജോലി ചെയ്ത അതേ മലയാളി നാട്ടിൽ വന്നാൽ ഇതൊന്നും അവൻ കേൾക്കില്ല, ഇതൊന്നും അവൻ അറിയാൻ ശ്രമിക്കത്തില്ല. അവൻ പറയുന്നത് ഈ സിസ്റ്റം ഇങ്ങനെയാണ്. സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുന്നതാണ്, നമ്മൾ രൂപപ്പെടുത്താണ് സിസ്റ്റം, നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ് സിസ്റ്റം. അല്ല, സിസ്റ്റം എന്ന് പറയുന്നത് സാധനം അടിച്ചേൽപ്പിക്കുന്നതല്ല, അതുണ്ടായി വരുന്നതാണ്, കൾച്ചർ ഉണ്ടായി വരുന്നതാണ്. അപ്പം മലയാളിയായ ഒരു മനുഷ്യൻ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെ പോയി അവൻ്റെ എല്ലാ നിയമങ്ങളും പാലിക്കുകയും അതിനെല്ലാം കൂടെ നിൽക്കുകയും അതിനോടെല്ലാം സഹകരിക്കുകയും അത് മനോഹരമാണെന്ന് പറയുകയും ചെയ്യുന്ന മലയാളി ഫ്ലൈറ്റ് ഇറങ്ങി ഈ നാട്ടിൽ വന്നാൽ ഇതൊന്നും ചെയ്യില്ല. പിന്നെ കുറ്റം മുഴുവൻ സിസ്റ്റത്തിനാണ്. അത് ശരിയല്ല. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിൽ ജോലിയുടെ സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്ത 55 പോലീസുകാരാണ്. അതും കണക്കിലെടുക്കണ്ടേ? നമ്മളെപ്പോഴും പോലീസിനെ കുറ്റം പറയുമ്പോൾ, അല്ലെ പോലീസിനെ ആക്ഷേപിക്കുമ്പോൾ, അല്ലെ അവർ ഗുണ്ടകളാണെന്നൊക്കെ പറയുമ്പോൾ, പോലീസ് എപ്പോഴും ജോലി ചെയ്യുന്നത് ഭരണകൂടത്തിന് വേണ്ടി തന്നെയാണ്. കാരണം ഒരു ഭരണകൂടം എന്ന് പറയുന്നത് അത് ഏത് രാഷ്ട്രീയമാകട്ടെ, കോൺഗ്രസ് എന്നോ അല്ലെ കമ്മ്യൂണിസ്റ്റോ ഒന്നുമല്ല. ഭരണകൂടം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അതിനെ ഭരിക്കുന്നവർ മാത്രമാണ് ഈ പാർട്ടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഭരണകൂടം എപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നതാണ്. ആ ഭരണകൂടം ആ ഭരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് നടപ്പിലാക്കുന്ന വലിയൊരു സേനയാണ് പോലീസ്. അപ്പോൾ സ്വാഭാവികമായും പോലീസ് എന്ന് പറയുന്നത് ആരാണോ ഭരിക്കുന്നത് ആ ഭരിക്കുന്നവർക്കൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അത് ലോകത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, ഒരു സംശയവുമില്ല. അങ്ങനെ ജോലി ചെയ്യുന്ന, ഭരണകൂടത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന, ഒപ്പം ജനങ്ങൾക്കും ഇടയിൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട 55 പേരാണ് ഒരു വർഷത്തിനകത്ത് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്ത മനുഷ്യരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നുണ്ടോ? അവരെ സേവ് ചെയ്യുന്നുണ്ടോ? അവർക്ക് ഈ പറയുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടോ? അവരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഒരു കീഴുദ്യോഗസ്ഥൻ അവന് മാക്സിമം പോയി പ്രശ്നം പറയാൻ പറ്റുന്ന തൊട്ട് മേളിലുള്ള ഉദ്യോഗസ്ഥനോട് മാത്രമാണ്. ആ ഉദ്യോഗസ്ഥൻ അതിന് തൊട്ട് മേളിൽ. അങ്ങനെ മുകളിലേക്ക് എത്തിയാൽ മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ. പക്ഷേ ഇതൊക്കെ പ്രോപ്പറായി ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് പോലീസുകാർ പലപ്പോഴും ജോലി ചെയ്യുന്നത്. നമ്മൾ അവരെയും കൂടെ മാനിക്കുകയും അവരുടെ കുടുംബങ്ങളെ ഓർക്കുകയും അവർ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളെപ്പറ്റി പഠിക്കുകയും വേണം എന്ന് എനിക്ക് പറയാനുണ്ട്. ഇനി ഇതൊക്കെയാണെങ്കിലും ടോർച്ചർ പാടില്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞതിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ്. ശാരീരിക ഉപദ്രവം പാടില്ല. അകാരണമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യും. ഏതൊരു വ്യക്തിയെയും പോലീസിന് തടഞ്ഞു നിർത്തുകയും സംശയമുണ്ടെങ്കിൽ ആ സംശയം മാറ്റുകയും ഒക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട്. മുൻകൂറായി നോട്ടീസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറയാനുള്ള അധികാരം പോലീസിനുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ അധികാരമുണ്ടെങ്കിൽ ആ അധികാരം പ്രോപ്പറായി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതുകൊണ്ട് പലപ്പോഴും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടികൾ അത് കിരാതമാണെങ്കിൽ, അത് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അതിൽ പ്രതിഷേധമുണ്ടാകും. ഒപ്പം തന്നെ പോലീസ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനും അവരോട് ശാന്തമായും സുന്ദരമായി ഇടപെടാനുള്ള ഒരു കൾച്ചറും കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇനിയും പരമപ്രധാനമായ സാഹചര്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മൾ എത്തി പരാതി കൊടുക്കേണ്ടത്? പരാതി കൊടുത്തിട്ട് പരാതി പോലീസ് എടുക്കുന്നില്ലെങ്കിൽ എന്താണ് നടപടി? അതിനെന്താണ് പ്രതിവിധി? പോലീസിന് എവിടെയൊക്കെ പരാതിപ്പെടാം? അവർക്ക് എന്ത് ശിക്ഷയാണുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ വർത്തമാനം അവസാനിപ്പിക്കാം എന്നെനിക്ക് തോന്നുകയാണ്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൂടി പരാതി കൊടുക്കുമ്പോൾ ഏറ്റവും പരമപ്രധാനമായ കാര്യം ആ പരാതി സ്വീകരിച്ച് നമുക്ക് രസീത് നൽകുക എന്നുള്ളതാണ്. പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ രസീത് കൊടുക്കാറില്ല. ഞാൻ വക്കീൽ എന്ന നിലയിൽ പലരെയും വിളിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറയും, സാർ എന്തുകൊണ്ട് പരാതിക്ക് റെസിപ്റ്റ് കൊടുക്കുന്നില്ല? അപ്പോൾ അവർ പറയും രസീത് കൊടുക്കാൻ ഇന്നിപ്പോൾ സ്ഥലത്ത് ആളില്ല, അല്ലെങ്കിൽ അത് എൻട്രി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറയും. പക്ഷേ അതൊന്നും ഒരു ന്യായീകരണമല്ല. ഏതൊരു മനുഷ്യർ പരാതി കൊടുത്താലും ഒരു പരാതി സ്വീകരിച്ച ഫ്രണ്ട് ഓഫീസിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രസീത് കൊടുക്കുക എന്നുള്ളത് മിനിമം മര്യാദയാണ്. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ ജോലി ചെയ്യുന്നവരാണ്, നമ്മുടെ ദാസന്മാരാണ്, നമ്മുടെ യജമാനന്മാരല്ല. പണ്ട് ഇടിയൻ പോലീസൊക്കെ ഉണ്ടായത്, ആ കാലഘട്ടമൊക്കെ മാറി.
ചെറുപ്പക്കാരൻ നമുക്കൊരു സ്വതന്ത്രമായ ഒരു സർക്കാർ ഓഫീസിൽ കയറി ചെല്ലുന്ന പോലെ, ഒരു വില്ലേജ് ഓഫീസിൽ കയറി ചെല്ലുന്ന പോലെ ധൈര്യത്തോടു കൂടി അഭിമാനത്തോടു കൂടി കയറി ചെല്ലാവുന്ന ഒരിടമാണ് പോലീസ് സ്റ്റേഷൻ. അതാദ്യം മനസ്സിലാക്കണം. പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയക്കാരെ മുഴുവൻ വിളിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വിളിച്ച് പറഞ്ഞ് അവിടെ മുൻകൂർ എന്തെങ്കിലും അനുവാദം എടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാം. അങ്ങനെ കയറി ചെല്ലുന്ന വ്യക്തികളെ ഏതെങ്കിലും ഈഗോ കാണിക്കുന്ന, അഹങ്കാരം കാണിക്കുന്ന പോലീസ് ഉണ്ടാകാനും പാടില്ല. കാരണം ഒരു സാധാരണ പൗരനാണ് വരുന്നത്. അവനെ കയറ്റിയിരുത്തി മാന്യമായി അവനോട് സംസാരിക്കുകയും മാന്യമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു കൾച്ചർ പോലീസ് സ്റ്റേഷനിലും ഉണ്ടാവേണ്ടതാണ്. അതിനുവേണ്ടിയാണ് ജനമൈത്രി പോലീസ് എന്നൊക്കെ പറയുന്ന സംവിധാനം തന്നെ അവർ തന്നെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു പരാതി കൊടുത്താൽ ആ രസീത് കൊടുക്കുക. ആ രസീത് കൊടുക്കുന്ന എന്തിനാണ്? ഞാൻ ഈ പരാതി തന്നിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പോലീസുകാരെ ചെയ്യുന്ന മറ്റൊരു കാര്യം, ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് കൊടുക്കത്തില്ല, ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് കൊടുക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഇപ്പോൾ ഞാനൊരു പരാതി കൊണ്ട് കൊടുക്കുകയാണ് ഒരാൾക്കെതിരെ, അയാൾക്ക് ആ പരാതി പ്രോപ്പർ ടൈമിൽ സ്വീകരിച്ച് രസീത് തന്നില്ല എങ്കിൽ, ഒരു ദിവസം കഴിഞ്ഞാണ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ ആർക്കെതിരെയാണോ പരാതി കൊടുത്തത് അയാൾക്ക് സ്വാധീനമുണ്ടെങ്കിൽ ഈ സമയത്തിനകത്ത് അയാൾക്ക് പരാതി കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ പരാതി അയാളുടെ ആയി മാറും. നിയമത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി പോലീസ് മറ്റൊരാൾക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി സഹായം ചെയ്യുന്നതാണ് ഈ പരാതിക്ക് രസീത് കൊടുക്കുന്നത് ഡിലേ ആക്കുന്നത്. അത് പാടില്ല. ഓൺ ദി സ്പോട്ടിൽ കൊടുക്കണം. കാരണം വരുന്ന മനുഷ്യൻ ആരും ആയിക്കോട്ടെ, അവൻ്റെ പരാതി സ്വീകരിച്ച് 11:02 11:05 ആ പരാതിക്ക് രസീത് കൊടുക്കുക എന്ന് പറയുന്നത് നിയമപരമായ പരാതിക്കാരൻ്റെ ഏറ്റവും വലിയ അവകാശമാണ് എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. പല സർക്കുലറുകളിൽ പോലീസുകാർ തന്നെ പറയുന്നുണ്ട്. DGPയുടെ ഉത്തരവുണ്ട്, അത് സുപ്രീം കോടതി ഉത്തരവുണ്ട്. പക്ഷേ പല പോലീസ് സ്റ്റേഷനിലും ഇപ്പോഴും അതൊന്നും സംഭവിക്കാറില്ല. ആ പരാതി സ്വീകരിച്ചതിന് ശേഷം ഒരു സമയമുണ്ട്, നിശ്ചിത സമയമുണ്ട്, FIR രേഖപ്പെടുത്തണം. ഒരു FIR രേഖപ്പെടുത്തുമ്പോഴാണ് അന്വേഷണം തുടങ്ങുന്നത്. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാണ് അതിന് പറയുന്നത്. ഒരു FIR സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതലാണ് പോലീസ് ആ വിഷയം അന്വേഷിച്ച് തുടങ്ങുന്നത്. ആ FIRൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇയാൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. പരാതി സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്, FIS എന്നാണ് പറയുന്നത്. FISൻ്റെ ബേസിലാണ് FIR തയ്യാറാക്കുന്നത്. FIR ഇട്ടാൽ അന്വേഷണം തുടങ്ങുകയാണ്. ആ അന്വേഷണം പ്രോപ്പറായിരിക്കണം. സാക്ഷികളെ കണ്ട് ചോദിക്കണം, സംഭവ സ്ഥലത്തെത്തി മഹസർ തയ്യാറാക്കണം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്, അത് പരിശോധിച്ച് അതിന് അന്വേഷണം നടത്തി കുറ്റപത്രം കോടതിയിൽ കൊടുക്കുന്ന സമയം വരെയാണ് പോലീസിൻ്റെ ഒരു വലിയ വിശാലമായ അധികാരം എന്ന് പറയുന്നത്. പോലീസ് ഒരു കൃത്യമായിട്ടുള്ള കേസിനെ പറ്റി അറിവ് കിട്ടിയിട്ടും, ഒരു പരാതി കിട്ടിയിട്ടും പോലീസ് അന്വേഷണം നടത്തുന്നില്ല, അല്ലെ FIR ഇടുന്നില്ല, സാക്ഷിയെ കണ്ട് ചോദിക്കുന്നില്ല, സംഭവ സ്ഥലത്ത് പോകുന്നില്ല, തെളിവുകൾ നശിക്കുന്നതിന് മുമ്പ് അത് എടുക്കുന്നില്ല, കളക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ പരാതിക്കാരന് ഈ കാര്യങ്ങൾ മുഴുവൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോയി ഒരു സ്വകാര്യ അന്യായം കൂടെ ഫയൽ ചെയ്യാം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇന്ന സമയത്ത് പരാതി കൊടുത്തു, എൻ്റെ കയ്യിൽ ആ രസീതുണ്ട്, ആ രസീതിൻ്റെ ഭാഗമായി ഞാൻ മേലുദ്യോഗസ്ഥനും പരാതി കൊടുത്തു, എന്നിട്ടും പോലീസ് കേസെടുക്കുന്നില്ല, എൻ്റെ കയ്യിൽ തെളിവുണ്ട്, കോടതി ഇടപെടണമെന്ന് പറഞ്ഞാൽ കോടതി പോലീസുകാരോട് ഇതിനെപ്പറ്റി അന്വേഷിക്കാനും FIR രേഖപ്പെടുത്താനും പറയും. അപ്പോൾ ഇങ്ങനെ മനുഷ്യന് പറ്റുന്ന രീതിയിൽ, അവനെ സഹായിക്കുന്ന രീതിയിലുള്ള എല്ലാ അന്വേഷണങ്ങളും നടത്താൻ സാധിക്കും. ഇനി പോലീസ് അട്രോസിറ്റി ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ പോലീസ് അകാരണമായി മർദ്ദിച്ചാൽ എന്താണ് ഒരു സാധാരണക്കാരന് കിട്ടേണ്ട പ്രതിവിധി എന്നുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നിയമപരമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള വലിയ നിയമങ്ങളൊന്നും ഇതിനിപ്പോഴും ഇല്ല എന്ന് പറയുന്ന ഒരു പക്ഷക്കാരനാണ് ഞാൻ. പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു അതോറിറ്റി ഉണ്ട്. അതായത് പോലീസുകാർ കുറ്റം ചെയ്താൽ അവർക്കെതിരെ കൊണ്ടുവന്ന് ഒരു അതോറിറ്റിയിൽ കൊടുക്കാം. അത് കേരളത്തിൽ വർക്ക് ചെയ്യുന്ന തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടാണ്. ഒരു റിട്ടയർഡ് ജഡ്ജിയാണ് അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. നമുക്കവിടെ പോയി ഇന്ന പോലീസുകാരൻ എന്നോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് നമുക്കൊരു പരാതി കൊടുക്കാം. പക്ഷേ ആ പരാതി പ്രോപ്പറായി അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും സാന്ദർഭികവശാൽ പറയട്ടെ, എൻ്റെ അറിവിൽ ഈ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന പ്രോപ്പറായി വർക്ക് ചെയ്യുന്നൊരു സംവിധാനമേ അല്ല. അവർക്ക് ഒരു ഉത്തരവിടാൻ കഴിയില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയ ഒരു പരാതി കിട്ടിയാൽ അത് അന്വേഷിച്ചിട്ട് ഇയാളെ സസ്പെൻഡ് ചെയ്യണമെന്നും, അല്ലെങ്കിൽ ഇയാളെ അധികാരത്തിൽ നിന്ന് മാറ്റണമെന്നും, ഇയാളെ റിമൂവ് ചെയ്യണമെന്നും ഒക്കെ ശുപാർശ കൊടുക്കാനേ പറ്റുള്ളൂ. അല്ല ഉത്തരവിടാനുള്ള അധികാരം ഈ കംപ്ലയിൻറ്റ് അതോറിറ്റിക്കില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ അതോറിറ്റി എന്ന് എനിക്കറിയില്ല. പിന്നെ ഉള്ള ഒരു സാഹചര്യം, ഇവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാം. ഇപ്പോൾ ഒരു പോലീസുകാരൻ എന്നെ അകാരണമായി മർദ്ദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ തന്നെ പോയി പരാതി കൊടുക്കാം, ക്രിമിനൽ കേസ്. പക്ഷേ ആ കേസ് അന്വേഷിക്കുന്നവരാണ് പോലീസുകാർ തന്നെയാണ്. പലപ്പോഴും അവരവരെ സഹായിക്കുന്ന നടപടികൾ മാത്രമേ എടുക്കുകയുള്ളൂ. മറ്റൊന്ന് സിവിൽ ഡാമേജിന് സ്യൂട്ട് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ശാരീരിക ഉപദ്രവമേറ്റാൽ, എനിക്ക് മാനക്കേടും നാണക്കേടും ഉണ്ടായാൽ നമുക്ക് സിവിൽ കോടതിയിൽ പോയി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കാം. ഈ 3 പ്രധാനപ്പെട്ട സാഹചര്യങ്ങളല്ലാതെ മറ്റൊന്നും ഈ വിഷയത്തിലില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞാൻ പറയുന്നത്, പല മേഖലകളും പല ക്ലാസ്സിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത്, ആൻറ്റി ടോർച്ചർ ലോ നടപ്പിലാക്കണം. മറ്റ് ലോകരാഷ്ട്രങ്ങളിലൊക്കെ അത്തരം നിയമമുണ്ട്. അത് പോലീസുകാരുടെ ആത്മവീര്യം തകർക്കാനല്ല, മറിച്ച് ചെറിയൊരു ശതമാനം ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അല്ലെ ക്രൈമുകൾ, സാധാരണക്കാരൻ്റെ മേലെ അട്രോസിറ്റിയുടെ ഭാഗമായി മുഴുവൻ സേനയും കളങ്കപ്പെടുകയാണ്. അതിന് ഏറ്റവും നല്ലത് ഒരു ആൻറ്റി ടോർച്ചർ ലോ നടപ്പിലാക്കുക എന്നുള്ളതാണ്.
ആ നിയമം ഉണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ നിയമമാണ്. ആ സ്പെഷ്യൽ നിയമത്തിൽ കൃത്യമായി പറഞ്ഞാൽ മതി. പോലീസ് സ്റ്റേഷനിൽ CCTV വെക്കണം, ഇൻസ്റ്റാൾ ചെയ്യണം, അത് പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം എന്നൊക്കെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അനുഭവമുള്ളൊരു സാഹചര്യം പറയാം. ഒരു പ്രതിയെ പിടിച്ചുകൊണ്ട് പോയി ഭയങ്കരമായിട്ട് പോലീസുകാരെ ഉപദ്രവിച്ചു. പക്ഷേ അതിന് CCTV ഫുട്ടേജിൽ അതിൻ്റെ ഒരു വിഷ്വൽസും ഇല്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ CCTV ഇരിക്കുന്ന സ്പേസിൽ നിന്ന് മാറി ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ വെച്ചാണ് അദ്ദേഹത്തെ ക്രൂരമായിട്ട് തല്ലിച്ചതച്ചത്. ഒരു ഫുട്ടേജും കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കള്ളങ്ങൾ കാണിക്കാതെ പ്രോപ്പറായി ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി പ്രോപ്പറായി ചെയ്യുകയും മനോഹരമായി ചെയ്യുകയും പോലീസുകാരെ ബഹുമാനിക്കുകയും തിരിച്ച് പോലീസുകാർ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുന്ന മനോഭാവത്തിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ നല്ലൊരു പോലീസിംഗ് ഉണ്ടാവും, നല്ല പോലീസുകാരുണ്ടാവും, പോലീസിനെ വിശ്വസിക്കുകയും സ്നേഹിക്കാൻ കഴിയുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മളൊക്കെ കിടന്നുറങ്ങുന്നത്, സുരക്ഷിതമായി ഈ രാജ്യത്ത് ജീവിക്കുന്നത്, നമ്മൾ വലിയ ക്രൈമിലൊന്നും പെടാതെ പോകുന്നത് പോലീസിനോടുള്ള ഭയവും അവർ നൽകുന്ന സുരക്ഷിതത്വമാണ്. നല്ല പോലീസിംഗ് ഉണ്ടാവട്ടെ, നല്ല പോലീസുകാരുണ്ടാവട്ടെ. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.